നമസ്കാരം വിദ്യാർത്ഥികളെ, ഇലക്ട്രീഷ്യൻ ട്രേഡിൻ്റെ ഈ സെഷനിൽ നിങ്ങളെ ഇനി പറയുന്നത് ചെയ്യാൻ പഠിപ്പിക്കും. ബാറ്ററി ചാർജിൻ്റെയും ഇൻവെർട്ടറിൻ്റെയും സർക്യൂട്ടുകൾ എങ്ങനെ കൂട്ടിച്ചേർക്കാം എന്നതിനെക്കുറിച്ച്. ഈ എക്സസൈസിന് അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നതിന് കഴിയും. സ്പെസിഫിക്കേഷൻ അനുസരിച്ച് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. PCBയിൽ വയർ ചെയ്ത ബാറ്ററി ചാർജിംഗ് സർക്യൂട്ട് കൂട്ടിച്ചേർക്കുക. PCBയിൽ വയർ ചെയ്ത സർക്യൂട്ടിൻ്റെ പരിശോധന നടത്തുക. നൽകിയിരിക്കുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഇൻവെർട്ടർ നിർമ്മിക്കുക. ഇൻവെർട്ടറിനായി ലോഡ് ടെസ്റ്റിംഗ് നടത്തുക. ബാറ്ററി ചാർജറിൻ്റെയും ഇൻവെർട്ടറിൻ്റെയും സർക്യൂട്ടുകൾ കൂട്ടിച്ചേർക്കുന്നതിന് ആവശ്യമായ ടൂളുകളും ഇൻസ്ട്രുമെൻറ്റുകളും നമുക്ക് നോക്കാം. ട്രെയിനീസ് ടൂൾ കിറ്റ് ഒരു സെറ്റ്. സോൾഡറിംഗ് അയൺ 35 വാട്ട്സ് ബൈ 250 വോൾട്ട് ഒരെണ്ണം. ഡീസോൾഡറിംഗ് ഗൺ 65 വാട്ട്സ് ബൈ 250 വോൾട്ട് ഒരെണ്ണം. സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ സെറ്റ് ഒരു സെറ്റ്. അമ്മീറ്റർ 0 മുതൽ 10 ആംപിയർ MC ടൈപ്പ് ഒരെണ്ണം. വോൾട്ട് മീറ്റർ 0 മുതൽ 50 വോൾട്ട് MC ഒരെണ്ണം. ഡിജിറ്റൽ മൾട്ടിമീറ്റർ 31/2 അക്കങ്ങൾ ഒരെണ്ണം. എക്യുപ്മെന്റ്സും മെഷീനറിയും. ഓട്ടോ ട്രാൻസ്ഫോമർ 0 മുതൽ 270 വോൾട്ട് 5 ആംപിയർ ഒരെണ്ണം. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ 240/40 വോൾട്ട് 300 VA ഒരെണ്ണം. സെൻറ്റർ ടാപ്പിംഗ് 6 വോൾട്ട് 0 to 6 വോൾട്ട് 500 മില്ലി ആംപിയർ ഉള്ള ചാർജിംഗ് ട്രാൻസ്ഫോമർ ഒരെണ്ണം. സീൽ ചെയ്ത മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററി 6 വോൾട്ട് ബൈ 120Ah ഒരെണ്ണം. റിലേസ് ഡബിൾ പോൾ 3 എണ്ണം. മെറ്റീരിയൽസും കമ്പോണൻസും. PCB 115 ജനറൽ പർപ്പസ് 2 എണ്ണം. പുഷ് ബട്ടൺ സ്വിച്ചുകൾ 2 എണ്ണം. ടോങ്കിൾ സ്വിച്ചുകൾ 250 വോൾട്ട് ബൈ 6 ആംപിയർ 2 എണ്ണം. ഡയോഡുകൾ 1N4002 4 എണ്ണം. ബ്രിഡ്ജിനായുള്ള ഡയോഡുകൾ 1N112 4 എണ്ണം. കപ്പാസിറ്ററുകൾ 250 MFD ബൈ 12 വോൾട്ട് ഒരെണ്ണം. റെസിസ്റ്ററുകൾ 10 Ω 1 വാട്ട്സ് ഒരെണ്ണം. പോർട്ട് 1.5 Ω ബൈ 10 വാട്ട്സ് ഒരെണ്ണം. ലോ വോൾട്ടേജ് ലാമ്പ് 6.3 വോൾട്ട് ഒരെണ്ണം. ഫ്യൂസ് 250 മില്ലി ആംപിയർ 3 എണ്ണം. നിയോൺ ലാമ്പ് ഒരെണ്ണം. ബസർ 250 വോൾട്ട് ഒരെണ്ണം. സോൾഡറിംഗ് ഫ്ലക്സും 60/40 സോൾഡറും ആവശ്യമനുസരിച്ച്. ഡയോഡ് IN 5402 3 എണ്ണം. LED ചുവപ്പും പച്ചയും ഒരെണ്ണം. ട്രാൻസിസ്റ്റർ 2N3055 ഒരെണ്ണം. റെസിസ്റ്റർ 2.20 220 500 ഒരെണ്ണം വീതം. 1K 1 കിലോവാട്ട് 2 എണ്ണം. ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്ററുകൾ 1000 മൈക്രോഫാരഡ് ബൈ 25 വോൾട്ട് 10 മൈക്രോഫാരഡ് ബൈ 25 വോൾട്ട് 2 എണ്ണം വീതം. കപ്പാസിറ്റർ 2.2 മൈക്രോഫാരഡ് ബൈ 250 വോൾട്ട് ഒരെണ്ണം. റിലേ NC/NO 6 വോൾട്ട് ഒരെണ്ണം. ട്രാൻസ്ഫോമർ 240 വോൾട്ട് ബൈ 0 to 7.5 വോൾട്ട് 2 ആംപിയർ ഒരെണ്ണം. ഇൻവെർട്ടർ ട്രാൻസ്ഫോമർ അയൺ കോർ ലാമിനേറ്റഡ് SWG 25 ടേൺസ്. പ്രൈമറി 36 SWG 285 ടേൺസ്. സെക്കൻഡറി ഒരെണ്ണം. ഫ്യൂസ് 2.5 ആംപിയർ 0.5 ആംപിയർ ഒരെണ്ണം വീതം. SP സ്വിച്ചുകൾ. ടോങ്കിൾ 6 വോൾട്ട് 2 എണ്ണം. ബാറ്ററി ചാർജിനും ഇൻവെർട്ടറിനും വേണ്ടിയുള്ള സർക്യൂട്ടുകൾ കൂട്ടിച്ചേർക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് നോക്കാം. ഈ എക്സസൈസിൽ ബാറ്ററി ചാർജിംഗ് സർക്യൂട്ട് കൂട്ടിച്ചേർക്കുക എന്നതാണ് നമ്മുടെ ആദ്യ ടാസ്ക്. നിങ്ങളുടെ ബാറ്ററി ചാർജിംഗ് സർക്യൂട്ടിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഉണ്ടെന്ന് ഉറപ്പാക്കുക. സാധാരണഗതിയിൽ കൂടുതൽ വിപുലമായ ചാർജിംഗ് സർക്യൂട്ടുകൾക്കായി നിങ്ങൾ റെസിസ്റ്ററുകൾ, കപ്പാസിറ്ററുകൾ, ഡയോഡുകൾ, വോൾട്ടേജ് റെഗുലേറ്ററുകൾ, ഒരുപക്ഷെ ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്, IC തുടങ്ങിയ ഘടകങ്ങൾ ആവശ്യമാണ്. നിങ്ങൾ ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബാറ്ററിയുടെ സ്പെസിഫിക്കേഷൻ അറിയേണ്ടത് പ്രധാനമാണ്. ഇതിൽ ബാറ്ററി ടൈപ്പ്, ഉദാഹരണത്തിന് ലിഥിയം അയോൺ, ലെഡ് ആസിഡ്, നോർമൽ വോൾട്ടേജ്, മാക്സിമം ചാർജിംഗ് കറണ്ട്, ഏതെങ്കിലും പ്രത്യേക റിക്വയർമെൻറ്റുകൾ അല്ലെങ്കിൽ കൺസിഡറേഷൻസ് എന്നിവ ഉൾപ്പെടുന്നു. സുരക്ഷിതവും കാര്യക്ഷമവുമായ ചാർജിങ്ങിന് ബാറ്ററി നിർമ്മാതാവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ബാറ്ററി ചാർജിംഗ് സർക്യൂട്ട് പേപ്പറിലോ സർക്യൂട്ട് ഡിസൈൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചോ പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്യുക. കോൺസ്റ്റന്റ് വോൾട്ടേജ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് കറണ്ട് പോലെ നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ചാർജിംഗ് രീതി കൺസിഡർ ചെയ്യുക. അതിനനുസരിച്ച് ഉചിതമായ സർക്യൂട്ട് ടോപ്പോളജി തിരഞ്ഞെടുക്കുക. അനുയോജ്യമായ PCBയും വയേർഡ് PCB മറ്റ് ഘടകങ്ങളും തിരഞ്ഞെടുക്കുക. ട്രാൻസ്ഫോമർ, റിലേകൾ, ബാറ്ററി എന്നിവയുടെ നല്ല കണ്ടീഷനു വേണ്ടി എല്ലാ ഘടകങ്ങളും പരിശോധിക്കുക.
ചാർജിംഗ് ട്രാൻസ്ഫോമർ X1 ഓട്ടോ ട്രാൻസ്ഫോമറിലേക്ക് X2 കണക്ട് ചെയ്യുക. ചാർജിംഗ് ട്രാൻസ്ഫോമറിൻ്റെ X1 സെക്കൻഡറിയെ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറുമായി കണക്ട് ചെയ്യുക. അത് അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, പൊട്ടൻഷ്യോമീറ്റർ എന്നിവയിലൂടെ ചാർജ് ചെയ്യുന്ന ബാറ്ററിയിലേക്ക് ശരിയായ വോൾട്ടേജ് നൽകുന്നു. എന്തെങ്കിലും തകരാർ സംഭവിച്ച് ചാർജർ കട്ട് ഓഫ് ചെയ്യുമ്പോൾ ചാർജർ റീസെറ്റ് ചെയ്യാൻ റീസെറ്റ് സ്വിച്ച് S4 ഉപയോഗിക്കുന്നു. ഓൺ അല്ലെങ്കിൽ ഓഫ് എന്നതിനുള്ള സ്വിച്ച് S1. AC മെയിൻ സപ്ലൈയുടെ ഇൻപുട്ടിലേക്ക് ഓൺ അല്ലെങ്കിൽ ഓഫ് സ്വിച്ച് S1 കണക്ട് ചെയ്യുക. ഡയോഡുകൾ, നിയോൺ ലാമ്പുകൾ, ഫ്യൂസുകൾ, കപ്പാസിറ്റർ, റെസിസ്റ്റർ, ബസർ, ലോ വോൾട്ടേജ് ലാമ്പ് എന്നിവ സർക്യൂട്ടിലേതെന്ന പോലെ ശരിയായ സ്ഥാനത്ത് കണക്ട് ചെയ്യുക. എല്ലാ PCB കണക്ഷനുകളും വൃത്തിയായി സോൾഡർ ചെയ്യുക. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കാതെ PCB വൃത്തിയാക്കുക. ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ഓട്ടോ ട്രാൻസ്ഫോമർ X2 സീറോ ലെവൽ പൊസിഷനിൽ സജ്ജമാക്കുക. S1, S2, S5 എന്നീ സ്വിച്ചുകൾ തുറന്ന സ്ഥാനത്ത് സൂക്ഷിക്കുക. ചാർജർ ഔട്ട്പുട്ട് ടെർമിനലിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യുകയും ബാറ്ററി പോസിറ്റീവ് പോളിലേക്കുള്ള പോസിറ്റീവ് ടെർമിനലും ബാറ്ററി നെഗറ്റീവ് പോളിലേക്കുള്ള നെഗറ്റീവ് ടെർമിനലും സ്വിച്ച് S3 ക്ലോസ് ചെയ്യുകയും ചെയ്യുക. ഡയോഡ് D9ഉം സ്വിച്ച് S3യും വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന വോൾട്ട് മീറ്ററിലെ റീഡിങ്ങുകൾ പരിശോധിക്കുക. ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ X2 സീറോ പൊസിഷനിൽ നിലനിർത്തിക്കൊണ്ട് മെയിൻ ഓൺ ഓഫ് സ്വിച്ച് S1 ക്ലോസ് ചെയ്യുക. നിയോൺ ലാമ്പ് N1, ലാമ്പ് L1 എന്നിവ ഓൺ എന്ന് സൂചിപ്പിക്കും. ചാർജ് ചെയ്യേണ്ട ബാറ്ററിയുടെ വോൾട്ടേജിനോടടുത്ത് റീഡിംഗ് വോൾട്ട് മീറ്റർ കാണിക്കുന്നതുവരെ സീറോ പൊസിഷനിൽ നിന്ന് ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ സെറ്റിംഗ് സാവധാനം മാറ്റുക. ചാർജിംഗ് സ്വിച്ച് S2 ഓൺ ആക്കുക. ആവശ്യമായ ചാർജിംഗ് കറണ്ട് 5 ആംപിയർ അമ്മീറ്റർ ഡിസ്പ്ലേ ചെയ്യുന്നതുവരെ ഓട്ടോ ട്രാൻസ്ഫോമറിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് വോൾട്ടേജ് വർദ്ധിപ്പിക്കുക. ആവശ്യമായ ലെവലിലേക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ ചാർജർ ഓണാക്കുക. സ്വിച്ച് S5 ഉപയോഗിച്ച് ബസർ ഓഫ് ചെയ്യുക. ചാർജർ റീസെറ്റ് ആകുന്നതുവരെ എറർ ഇൻഡിക്കേറ്റർ നിയോൺ ലാമ്പും N2 ബസറും ഓണായിരിക്കും. പ്രക്രിയ വീണ്ടും തുടരുകയാണെങ്കിൽ റീസെറ്റ് സ്വിച്ച് S4 മാത്രം അമർത്തുക. ചാർജിംഗ് പാരാമീറ്ററുകൾ കൈകാര്യം ചെയ്യാൻ സർക്യൂട്ട് കമ്പോണന്റുകൾക്ക് ആവശ്യമായ വലിപ്പമുണ്ടെന്ന് ഉറപ്പാക്കുക. ഓവർ കറന്റ് അല്ലെങ്കിൽ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ പോലുള്ള സുരക്ഷാ ഫീച്ചറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ടാസ്ക് 2. ഇൻവെർട്ടർ സർക്യൂട്ട് നിർമ്മിക്കുക. ഇൻവെർട്ടർ ഉപയോഗിച്ച് നിങ്ങളുടെ പവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലൈറ്റിന്റെ പവർ കൺസപ്ഷൻ കണക്കാക്കുക. നിങ്ങളുടെ സർക്യൂട്ടിന് അനുയോജ്യമായ ഘടകങ്ങൾ തിരഞ്ഞെടുക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. സർക്യൂട്ട് ഡയഗ്രം ട്രേസ് ചെയ്യുക. സർക്യൂട്ടിന്റെ ഓരോ ഘടകങ്ങളും തിരിച്ചറിയുക. ഇൻവെർട്ടർ സർക്യൂട്ടുകൾ നിർമ്മിക്കുന്നതിന് PCBയിലെ ഘടകങ്ങൾ സോൾഡർ ചെയ്യുക. ചാർജിംഗ് സർക്യൂട്ട് ഉപയോഗിച്ച് ഇൻവെർട്ടർ സർക്യൂട്ട് ബോർഡ് അടയാളപ്പെടുത്തുക. സർക്യൂട്ട് ഡയഗ്രം പിന്തുടർന്ന് PCBയിലേക്ക് കമ്പോണന്റ് സോൾഡർ ചെയ്യുക. ഡയോഡുകൾക്കും കപ്പാസിറ്ററുകൾക്കും ശരിയായ പൊളാരിറ്റി നിരീക്ഷിക്കുന്നതിൽ ശ്രദ്ധ വേണം. പവർ ട്രാൻസിസ്റ്ററുകൾ ഹീറ്റ് സിങ്കുകളിൽ ഘടിപ്പിച്ച് അവയെ PCBയിലേക്ക് ബന്ധിപ്പിക്കുക. ഫ്ലൂറസെന്റ് ട്യൂബ് ലൈറ്റ് ബന്ധിപ്പിച്ച ശേഷം എമർജൻസി ലൈറ്റ് പരിശോധിക്കുക. സർക്യൂട്ട് പവർ ചെയ്ത് അതിന്റെ പ്രവർത്തനക്ഷമത പരിശോധിക്കുക. ഇൻഡിക്കേറ്റിംഗ് LED ചുവപ്പും പച്ചയും ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഇപ്പോൾ ട്യൂബ് ലൈറ്റ് നീക്കം ചെയ്ത് ടെർമിനലുകൾ ഫ്രീ ആക്കുക. മെയിൻ ടെർമിനലുകൾ സപ്ലൈയുമായി കണക്ട് ചെയ്ത് ഓൺ ചെയ്യുക. കറസ്പോണ്ടിംഗ് ആയ LEDകൾ ഗ്ലോവിംഗിലായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് അളക്കുക. ഇൻവെർട്ടർ സർക്യൂട്ട് സപ്ലൈയുമായി ബന്ധിപ്പിക്കുക. ഇൻവെർട്ടർ സർക്യൂട്ട് സപ്ലൈയുമായി ബന്ധിപ്പിക്കുക. മെയിൻ AC സപ്ലൈ ഡിസ്കണക്ട് ചെയ്ത് ലോഡ് കണക്ട് ചെയ്ത് ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് പരിശോധിച്ച് പെർഫോമൻസ് രേഖപ്പെടുത്തുക. വോൾട്ടേജുകൾ, കറണ്ടുകൾ, തരംഗരൂപങ്ങൾ എന്നിവ അളക്കാൻ ഒരു മൾട്ടിമീറ്ററും ഓസിലോസ്കോപ്പും ഉപയോഗിക്കുക. ഇൻവെർട്ടറിന്റെ ബാക്കപ്പ് സമയം പരിശോധിക്കുകയും നിർമ്മാതാവ് നൽകിയിരിക്കുന്ന മാനുവൽ ഉപയോഗിച്ച് അത് പരിശോധിക്കുകയും ചെയ്യുക. അമിതമായ ചൂടല്ലെങ്കിൽ അബ്നോർമൽ ബിഹേവിയർ പോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുക. അതനുസരിച്ച് ട്രബിൾ ഷൂട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ? സ്പെസിഫിക്കേഷൻ അനുസരിച്ച് സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക. PCBയിൽ വയർ ചെയ്ത ബാറ്ററി ചാർജിംഗ് സർക്യൂട്ട് കൂട്ടിച്ചേർക്കുക. PCBയിൽ വയർ ചെയ്ത സർക്യൂട്ടിന്റെ പരിശോധന നടത്തുക. നൽകിയിരിക്കുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഇൻവെർട്ടർ നിർമ്മിക്കുക. ഇൻവെർട്ടറിനായി ലോഡ് ടെസ്റ്റിംഗ് നടത്തുക. ബാറ്ററി ചാർജറും ഇൻവെർട്ടർ സർക്യൂട്ടുകളും എങ്ങനെ അസംബിൾ ചെയ്യാം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു സ്റ്റുഡൻസ്.